ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ SSLC ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻ ദ ആറ്റിക് എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള വാഡിസ്വാഫ് സ്പിൽമാൻ്റെ ഒരു മെമെയറാണ്, ഓർമ്മക്കുറിപ്പാണ്. മനോഹരം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അല്പം ഭീകരമായ സിറ്റുവേഷൻസിലൂടെ തനിക്ക് ഈ ഹിറ്റ്ലറിൻ്റെ ഭരണകാലത്ത്, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കടന്നു പോകേണ്ടി വരുമ്പോഴുള്ള അതിൻ്റെ ഒരു തീക്ഷ്ണമായ ഭാവങ്ങൾ കൂടിയാണ് നമുക്ക് ഇൻ ദ ആറ്റിക് എന്ന് പറയുന്ന ഈ ഒരു കഥയിലൂടെ അല്ലെങ്കിൽ മെമെയറിനകത്തുകൂടെ കാണാൻ പറ്റുന്നത്. ഇത് ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മെമെയറിൽ നിന്ന്, മെമെയർ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ് എന്നാണ്, അതിൽ നിന്ന് എടുത്ത ഒരു ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ കഥയുടെ സാഹചര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറും അദ്ദേഹത്തിൻ്റെ സൈന്യവും ജൂതരെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നൊരു സമയമാണ്. നമ്മുടെ സ്പിൽമാന് ഒരു പോളിഷ് ജ്യൂ ആണ്, ജൂതനായിട്ടുള്ള പിയാനിസ്റ്റാണ്. അദ്ദേഹം ഈ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒരു വാർസോ എന്ന് പറയുന്ന പോളണ്ടിലെ നഗരത്തിൽ ഒളിച്ച് ഒരു റൊയിൻഡ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിൽ താമസിക്കുക. റൊയിൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീയാറായിട്ടുള്ള ഒരു കെട്ടിടത്തിനകത്ത് ഒളിച്ച് താമസിക്കുകയാണ്. ആ സമയത്താണ് യാദൃച്ഛികമായിട്ട് അദ്ദേഹത്തിന് മുന്നിലേക്ക് ഒരു ജർമ്മൻ ഓഫീസർ വരുന്നത്. ആ ജർമ്മൻ ഓഫീസർ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഇയാൾ ഭയപ്പെടുന്നുണ്ട്, നമ്മുടെ സ്പിൽമാൻ ആകെ ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നൊരു കാര്യമാണ് ആദ്യം തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. ഐ സ്ലംഡ് ഓൺ ദ ചെയർ ബൈ ദ ലാഡർ ഡോർ. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ചെറിയ സ്റ്റോർ റൂമിലേക്ക്, ലാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്മോൾ സ്റ്റോർ റൂം എന്നാണ് അതിൻ്റെ അർത്ഥം, അതിലെ ചെയറിലേക്ക് പെട്ടെന്ന് സ്ലംബിയാണ്. സ്ലംബ് എന്ന് പറഞ്ഞാൽ സിറ്റ് അല്ലെങ്കിൽ ഫോൾ ഹെവിലി എന്നാണ്. നമ്മൾ ശക്തമായിട്ട് ചാടി വീഴുക അല്ലെങ്കിൽ ചാടിയിരിക്കുന്നതിനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ കണ്ടതിന് ശേഷം വളരെ പെട്ടെന്ന് എന്ത് ചെയ്തു, സ്പിൽമാൻ ഒന്ന് തൻ്റെ കസേരയിലേക്ക്, താൻ ഒളിച്ചിരിക്കുന്ന സങ്കേതത്തിലെ ആ ഒരു കസേരയിലേക്ക് ചാടിയിരിക്കുകയാണ്. ഇറ്റ് വാസ് സം ടൈം ബിഫോർ ഐ സ്റ്റാമേർഡ് വിത്ത് ഡിഫിക്കൽട്ടി. അല്പസമയം മുന്നേ വരെ ഞാൻ സംസാരിക്കാൻ പ്രയാസപ്പെട്ടിരുന്നുവെന്ന് സ്പിൽമാൻ ഓർത്തെടുക്കുന്നുണ്ട്. ആ ജർമ്മൻ ഓഫീസറെ കണ്ട സമയത്തെയാണ് ഈ സൂചിപ്പിക്കുന്നത് കേട്ടോ. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഡു വാട്ട് യു ലൈക്ക് ടു മീ. നിങ്ങൾ എന്നെ എന്ത് ചെയ്യാനാണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾ എന്നെ ചെയ്തോളൂ. ഐ ആം നോട്ട് മൂവിങ് ഫ്രം ഹിയർ. ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് അനങ്ങില്ല. അതായത് ചിലപ്പോൾ ഞാൻ ഓടിപ്പോവാണെങ്കിലോ അതല്ലെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിലോ ആ ജർമ്മൻ ഓഫീസർ തന്നെ ഒരു പക്ഷേ വെടിവെച്ചേക്കാം എന്നുള്ള ഒരു ചിന്തയ്ക്കകത്ത് നിന്ന് അദ്ദേഹം ആ ഒരു ഭയപ്പാടോടെ പറയുന്നതാണ്, ഡു വാട്ട് യു ലൈക്ക് ടു മീ. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഐ എം നോട്ട് മൂവിങ് ഫ്രം ഹിയർ. ഞാൻ ഒരിക്കലും ഇവിടുന്ന് അനങ്ങാനോ അല്ലെങ്കിൽ രക്ഷപ്പെടാനോ ചലിക്കാനോ ഒന്നും ശ്രമിക്കത്തില്ല. അപ്പോൾ തിരിച്ച് നമ്മുടെ ജർമ്മൻ ഓഫീസർ പറയുന്നത് ഇങ്ങനെയാണ്, ഐ ഹാവ് നോ ഇൻറ്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു. നിങ്ങളെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഉദ്ദേശമാണല്ലോ അല്ലേ. ഞാൻ നിങ്ങളൊന്നും ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. അതായത് അദ്ദേഹം ഒരു മാന്യനായിട്ടുള്ള ഒരു ഓഫീസറാണ്. ഇങ്ങനെ ജൂതരെ കൊല്ലണമെന്ന് അദ്ദേഹം ഒരിക്കലും താല്പര്യപ്പെടാത്തൊരു ഓഫീസറാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഓഫീസർ സെറ്റ്. ദെൻ ഹി ആസ്ക്ഡ് മീ. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിക്കുന്നുണ്ട്, വാട്ട് ഡു യു ഡു ഫോർ ലിവിങ്. നീ ജീവിക്കാൻ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് തൊഴിലാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സ്പിൽമാൻ പറയുന്ന മറുപടി, ഐ എം എ പിയാനിസ്റ്റ്. ഞാനൊരു പിയാനിസ്റ്റാണ്. ഹി ലുക്ക്ഡ് അറ്റ് മീ മോർ ക്ലോസ്ലി. ഞാൻ പിയാനിസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ സൂക്ഷ്മതയോടുകൂടെ നോക്കുന്നുണ്ട്. ദെൻ ഹിസ് ഗ്ലാൻസ് ഫെൽ ഓൺ ദ ഡോർ ടു അതർ റൂം എന്ന് പറയുന്നുണ്ട്. അതായത് തൊട്ടടുത്ത റൂമിലേക്ക് അദ്ദേഹം ഇങ്ങനെ ചുറ്റും കണ്ണോടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത റൂമിൻ്റെ വാതിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെടുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെ, ആൻ ഐഡിയ സീംസ് ടു ഹാവ് സ്ട്രക്ക് ഹിം. അത് സ്പിൽമാൻ പറയുന്നത് എങ്ങനെയാണ്, അദ്ദേഹത്തിന് ആ വാതിൽ കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ആശയം കടന്നു വന്നതുപോലെ തോന്നുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം എന്നോട് പറയാണ്, അതായത് സ്പിൽമാനോട് ജർമ്മൻ ഓഫീസർ പറയാണ്, കം വിത്ത് മീ. നീ എൻ്റെ കൂടെ വാ. വിൽ യു. നീ വരില്ലേന്ന് ഒരു ക്വസ്റ്റ്യൻ ടാഗായിട്ട് ചോദിക്കുകയാണത്, ഒന്ന് കൺഫർമേഷൻ ആയിട്ട് ചോദിക്കുകയാണ്. വി വെൻറ്റ് ഇൻ ടു നെക്സ്റ്റ് റൂം. അങ്ങനെ ഞങ്ങൾ അടുത്ത റൂമിലേക്ക് പോയി. വേറെ പിയാനോ സ്റ്റുഡ് ബൈ ദ വോൾ. അവിടെ ചുമരിനോട് ചേർന്ന് അല്ലെങ്കിൽ ചുമരിലായിട്ട് ഒരു പിയാനോ ഉണ്ടായിരുന്നു. ദ ഓഫീസർ പോയിൻറ്റഡ് ടു ദ ഇൻസ്ട്രുമെൻറ്റ്, പ്ലേ സംതിങ്. ഓഫീസർ ആ പിയാനോയിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്, പ്ലേ ദ ഇൻസ്ട്രുമെൻറ്റ്. അത് വായിക്ക്, നീ ഒരു പിയാനിസ്റ്റ് അല്ലേ, നീ അതൊന്ന് പ്ലേ ചെയ്യ് എന്ന് വളരെ സൗമ്യമായിട്ട് പറയുന്നുണ്ട്. ഐ ലുക്ക്ഡ് എൻക്വയറിംഗ് ലെറ്റ് ഹിം. അപ്പം ഞാൻ അദ്ദേഹത്തെ സൂക്ഷിച്ച് നോക്കി. ആൻഡ് ഡിഡ് നോട്ട് മൂവ്. ഞാൻ അവിടെ നിന്ന് അനങ്ങുന്നില്ല. ഹി ഒബ്വിയസ്ലി സെൻസ്ഡ് മൈ ഫിയേഴ്സ്. സെൻസ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാലേ മനസ്സിലാക്കുക എന്നാണ് ഇവിടെ. അദ്ദേഹം തീർച്ചയായിട്ടും എൻ്റെ ആ ഭയം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് യുദ്ധസമയമാണ്. ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ പോലുള്ള ഒരുപാട് ജൂതരെ കൂട്ടത്തോടുകൂടെ ഈ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള, അതായത് ഈ ജർമ്മൻ പട്ടാളക്കാർ കൊന്നൊടുക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു ജർമ്മൻ പട്ടാളക്കാരുടെ മുന്നിലാണ് താൻ അകപ്പെട്ടു പോയിരിക്കുന്നത്. അതിൻ്റെ ഭയം അദ്ദേഹത്തിന് അറിയാം, അല്ലെങ്കിൽ ആ സ്പിൽമാൻ്റെ മുഖത്തുള്ള ഭയം തീർച്ചയായിട്ടും നമ്മുടെ ഈ ജർമ്മൻ ഓഫീസർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സിൻസ് ഹി ആഡഡ് റീഅഷ്യൂറിംഗ്ലി. അപ്പോൾ ജർമ്മൻ ഓഫീസർ വീണ്ടും നമ്മുടെ സ്പിൽമാൻ ഉറപ്പ് കൊടുക്കുകയാണ്, ഇറ്റ് ഈസ് ഓൾ റൈറ്റ്. എടാ പ്രശ്നമൊന്നുമില്ല, യു ക്യാൻ പ്ലേ. നീ അത് പ്ലേ ചെയ്യ്.
ഇഫ് എനി വൺ കംസ്, നീ ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ പിയാനോ പ്ലേ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ സൗണ്ട് പുറത്തേക്ക് പോകും. അങ്ങനെ ഈ കെട്ടിടത്തിൻ്റെ ചുറ്റും, അതേ പൊളിച്ച് താമസിക്കുന്ന കെട്ടിടത്തിന് ചുറ്റും ഗാർഡ്സും അതുപോലെ തന്നെ ജർമ്മൻ സോൾജിയേഴ്സും ഒക്കെയാണ്. അതിൽ ആരെങ്കിലും ഒരാൾ ഈ ശബ്ദം കേട്ടിട്ട് അകത്തേക്ക് വരികയാണെങ്കിൽ ഐ വിൽ സേ, ഞാൻ അവരോട് പറയാം, ഇറ്റ് വാസ് മീ ട്രൈങ് ദ ഇൻസ്ട്രുമെൻ്റ് ഔട്ട്, ഞാനാണ് ഇൻസ്ട്രുമെൻറ്റ് ട്രൈ ചെയ്തതെന്ന് അവരോട് പറയാം. ആൻഡ് യു ക്യാൻ ഹൈഡ് ഇൻ ദ ലാഡർ, നീ എവിടെ പോയിട്ട് ഒളിച്ചോ, നീ ആ ലാഡറിൽ പോയിട്ട് ആ സമയത്ത് ഒളിക്കുകയും ചെയ്യാം എന്ന് ജർമ്മൻ ഓഫീസർ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നമ്മുടെ സ്പിൽമാനോട് പറയാണ്. അതായത് ആ ശബ്ദം കേട്ടിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ നീ വേഗം ചെന്നിട്ട് നിൻ്റെ ലാഡർ ഡോറിൽ ഒളിച്ചോ. ലാഡർ എന്ന് ഉദ്ദേശിച്ചത് ആ സ്മോൾ സ്റ്റോർ റൂമാണ് ആറ്റിക്കിലെ, ആ തട്ടിൻപുറത്തുള്ള ചെറിയ റൂമുണ്ട്, അതിനകത്ത് നീ ഒളിച്ചോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരോട് പറയും ചെയ്യാം, ഞാനാണ് ഇൻസ്ട്രുമെൻ്റ് ട്രൈ ചെയ്തത് എന്നുള്ളത് സംസാരിച്ചോളാം എന്ന് പറയുന്നുണ്ട്. വെൻ ഐ പ്ലേസ്ഡ് മൈ ഫിംഗേഴ്സ് ഓൺ ദ കീബോർഡ് ദേ ഷുക്ക്, ഞാനങ്ങനെ ഈ ജർമ്മൻ ഓഫീസർ പറഞ്ഞതിനനുസരിച്ച് ആ വിരലുകൾ ഇങ്ങനെ കീബോർഡിൽ വെക്കുന്ന സമയത്ത് അതിങ്ങനെ വിറക്കുന്നുണ്ട്. ഐ ഹാഡ് ഇൻ പ്രാക്ടീസ്ഡ് ഫോർ 2.5 years, 2.5 വർഷമായിട്ട് യുദ്ധത്തിൻ്റെ കെടുതിയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പിയാനോ 2.5 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. മൈ ഫിംഗേഴ്സ് വെർ സ്റ്റിഫ്, എൻ്റെ കൈകളൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര ബലം പിടിച്ചിരിക്കുക, സ്റ്റിഫായിട്ടിരിക്കുക. ആൻഡ് കവേർഡ് വിത്ത് തിക്ക് ലെയർ ഓഫ് ഡേർട്ട്, ചെളിയും മറ്റും പുരണ്ട് ആകെ വൃത്തിഹീനമായിരിക്കുക. ആൻഡ് ഐ ഹാഡ് നോട്ട് കട്ട് മൈ നെയിൽസ് ഫോർ സം വീക്സ്, കുറച്ച് ആഴ്ചകളായിട്ട് ഞാൻ എൻ്റെ നഖം പോലും മുറിച്ചിട്ടില്ല. ഐ പ്ലേഡ് ചോപ്പിൻസ് നൊക്ടേൺ ഇൻ സി ഷാർപ്പ് മൈനർ, ഞാൻ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ചോപ്പിൻസ് നൊക്ടേൺ എന്ന് പറയുന്ന ഒരു മ്യൂസിക് പ്ലേ ചെയ്യാണ്. ചോപ്പിൻ എന്ന് പറയുന്നൊരു പിയാനിസ്റ്റാണ്, ഫ്രെഡറിക് ചോപ്പിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത സി ഷാർപ്പ് മൈനർ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കാണ് നമ്മുടെ സ്പിൽമാൻ ജർമ്മൻ ഓഫീസർക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യുന്നത്. വെൻ ഐ ഫിനിഷ്ഡ്, ആ മ്യൂസിക് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ദ സൈലൻസ് സീംഡ് ഗ്ലൂമി ആൻഡ് ഇയറി, പെട്ടെന്ന് ആ ഒരു സൈലൻസ്, ആ ഒരു നിശബ്ദത ഭയങ്കര ഗ്ലൂമി, ഒരു സങ്കടകരമായ സിറ്റുവേഷൻസിലേക്കും, ഈറി എന്ന് പറഞ്ഞാൽ ടെറിഫിക് എന്നാണ് അതിൻ്റെ അർത്ഥം, ഭയാനകരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് വഴിമാറുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഐ ഹെഡ് എ ഷോട്ട് ഡൗൺ ബിലോ ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്, അദ്ദേഹം ഈ ഒളിച്ച് താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ താഴെ നിന്ന് ഒരു ഭീകരമായിട്ടുള്ളൊരു വെടിവെച്ച് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർഷ്, വളരെ പരുക്കമായ, ലൗഡ്, ഉച്ചത്തിലുള്ള ജർമ്മൻ നോയിസ്, ജർമ്മൻ പട്ടാളക്കാരുടെ ആർത്തുലയ്ക്കുന്നൊരു സൗണ്ടും കേൾക്കുന്നവിടെ. അതുപോലെ തന്നെ അവിടെ കേൾക്കാൻ ഒരുപക്ഷെ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജർമ്മൻ പട്ടാളക്കാർ ഏതെങ്കിലും ഒരു ജൂതരെയോ അല്ലെങ്കിൽ ഒരു പോളിഷ് മാനെയോ കണ്ടതിന് ശേഷം അയാൾ വെടിവെക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഈ ഓഫീസർ പറയാം, ദ ഓഫീസർ ലുക്ക്ഡ് അറ്റ് മീ ഇൻ സൈലൻസ്, ആ ഓഫീസർ എന്നെ നിശബ്ദനായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആഫ്റ്റർ എ വൈൽ ഹി സൈഡ്, കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഹി സൈഡ്, സൈ എന്ന് പറഞ്ഞാൽ നെടുവീർപ്പിടുക എന്ന് പറയാം. നമ്മളറിയില്ല, ദീർഘശ്വാസം എടുക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ ദീർഘശ്വാസം എടുക്കുന്നതിനാണ് സൈ എന്ന് പറയുക. ആൻഡ് മറ്റേഡ്, എന്നിട്ട് അദ്ദേഹം പിറുപിറുക്കുന്നുണ്ട്. മറ്റേഡ് എന്ന് പറഞ്ഞാൽ പിറുപിറുക്കുക എന്നാട്ടോ. ഓൾ ദ സെയിം യു ഷുഡ് ഇൻ സ്റ്റേ ഹിയർ, ഇതേപോലെ നിനക്കും സംഭവിക്കും, അതുകൊണ്ട് നീ ഇവിടെ സുരക്ഷിതനല്ല, നീ ഇവിടെ താമസിക്കരുത്. സ്റ്റേ എന്ന് പറഞ്ഞാൽ തങ്ങുക, താമസിക്കുക എന്നാണ്. അതായത് ഇതേപോലെ നിൻ്റെ ജീവിതത്തിലും ഒരുപക്ഷെ സംഭവിച്ചേക്കാം, അതുകൊണ്ട് നീ ഇവിടെ തങ്ങരുതെന്ന് അദ്ദേഹം അഡ്വൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം കൊടുക്കുന്നൊരു ഓഫറാണ്, ഐ വിൽ ടേക്ക് യു ഔട്ട് ഓഫ് ദ സിറ്റി ടു എ വില്ലേജ് ആൻഡ് യു വിൽ ബി സേഫർ ദർ. നിന്നെ ഞാൻ ഇവിടുത്തെ ഈ ഒരു നഗരത്തിന് പുറത്തേക്ക്, വാർസോ എന്ന് പറയുന്ന നഗരത്തിന് പുറത്തേക്ക് ഒരു ഗ്രാമത്തിലേക്ക് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാം. ആൻഡ് യു വിൽ ബി സേഫർ ദർ, അവിടെ നീ സുരക്ഷിതനായിരിക്കുമെന്നുള്ളൊരു ഓഫറും ഈ ഒരു ജർമ്മൻ സോൾജിയർ കൊടുക്കുന്നുണ്ട്. ഐ ഷുക്ക് മൈ ഹെഡ്, ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. സ്പിൽമാൻ ഇപ്പോൾ അദ്ദേഹം വരുന്നില്ല എന്ന് പറഞ്ഞു. ഐ കാൺ ലീവ് ദിസ് പ്ലേസ്, എനിക്ക് ഈ സ്ഥലം വിട്ടുപോരാൻ പറ്റില്ല. ഐ സെഡ് ഫേംലി, ഐ സെഡ് സ്ട്രോങ്ലി, ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയാം. ഓൺലി നൗ ഡിഡ് ഹി സീംസ് ടു അണ്ടർസ്റ്റാൻഡ് മൈ റിയൽ റീസൺ ഫോർ ഹൈഡിങ് എമംഗ് ദ റൂയിൻസ്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഞാൻ ഈ പൊളിഞ്ഞ കെട്ടിടത്തിനകത്ത് എന്തുകൊണ്ടാണ് ഞാൻ ഒളിച്ചു നിൽക്കുന്നത് എന്ന് ഇപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിനോട് ചോദിച്ചു, യു ആർ എ ജൂയിഷ്, അതായത് ആർ യു ജൂയിഷ്, ഹി ആസ്ക്ഡ്. അദ്ദേഹത്തിനോട് ചോദിക്കുക, നീ ഒരു ജൂതനാണോ? തിരിച്ച് ഞാൻ പറയുന്നുണ്ട്, യെസ്, അതെ. യെസ്, വെൽ, ഹി മർമേഡ്, അതെ എന്ന് അദ്ദേഹം തിരിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. ഇൻ ദാറ്റ് കേസ് ഐ സി യു റിയലി കാൺ ലീവ്. എന്നിട്ട് ആ ജർമ്മൻ ഓഫീസർ ഇങ്ങനെ കൂടെ കൂട്ടിച്ചേർത്തു, ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്നെ ഇവിടെ ഇട്ടേച്ചു പോകാൻ എനിക്കൊരിക്കലും സാധിക്കില്ല. ആൻഡ് വേർ ആർ യു ഹൈഡിങ്, നീ എവിടെ ഒളിച്ചു നിൽക്കുന്നത്? ഇൻ ദ ആറ്റിക്, ഞാൻ ആ മച്ചിൻ്റെ പുറത്താണ്, അല്ലെങ്കിൽ ഞാൻ ആ തട്ടിൻ പുറത്താണ് എന്ന് നമ്മുടെ സ്പിൽമാൻ അദ്ദേഹത്തോട് മറുപടിയും പറയുന്നുണ്ട്. അങ്ങനെ ആ ആറ്റിക്കിലാണ് അദ്ദേഹം ഒളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ആ ജർമ്മൻ ഓഫീസർ ഹി ഇൻസ്പെക്റ്റഡ് ദ ആറ്റിക്, ആ ആറ്റിക് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. ആൻഡ് ഡിസ്കവേർഡ് സംതിങ് ഐ ഹാഡ് നോട്ട് യെറ്റ് നോട്ടീസ്ഡ്, ഞാൻ ഇതുവരെ നോട്ടീസ് ചെയ്യാത്ത, ശ്രദ്ധിക്കാത്തൊരു കാര്യം അദ്ദേഹം അവിടെ നിന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ലോഫ്റ്റ് മെയ്ഡ് ഓഫ് ബോർഡ്സ്, അതൊരു ലോഫ്റ്റാണ്.
ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ റൂം അണ്ടർ റൂഫ് എന്നാണ്. റൂഫിന് തൊട്ട് താഴെയായിട്ട് കാണുന്ന ചെറിയൊരു റൂം, അതാണ് ലോഫ്റ്റ് എന്ന് പറയുന്നത്. അത് ബോർഡ് വെച്ചൊക്കെ നിർമ്മിച്ചതാണ്. ഡയറക്ട്ലി എബോവ് ദ എൻട്രൻസ് ഓഫ് ദ ആറ്റിക്. ഈ ആറ്റിക്കിലേക്കുള്ള എൻട്രൻസിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ തൊട്ട് മുകളിലാണ് നമുക്ക് ഈ ബോർഡ് അല്ലെങ്കിൽ ബോർഡ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ലോഫ്റ്റ് കാണാൻ പറ്റുന്നത്. ദ ഓഫീസർ സെഡ്, ഓഫീസർ അതിങ്ങനെ പരിശോധിച്ചിട്ട് പറയാണ്, ഹി തോട്ട്, അദ്ദേഹം ചിന്തിക്കുന്നത്, ഐ ഷുഡ് ഹൈഡ് ഇൻ ദിസ് ലോഫ്റ്റ്, ഒന്നുകൂടെ സുരക്ഷിതമായിട്ട് ഈ ലോഫ്റ്റിൽ ഹൈഡ് ചെയ്യുന്നതായിരിക്കാം എന്ന് അദ്ദേഹം അത് ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം എന്നോട് പറഞ്ഞു. ഹി ആസ്ക്ഡ് ഇഫ് ഐ ഹാഡ് എനിത്തിങ് ടു ഈറ്റ്, എൻ്റെ കയ്യിൽ ഭക്ഷണമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. നോ ഐ സെഡ്, ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. വെൽ നെവർ മൈൻഡ്, ഓക്കെ കുഴപ്പമൊന്നുമില്ല. ഹി ആഡഡ് ഹാസ്റ്റിലി, ഹാസ്റ്റിലി എന്ന് പറഞ്ഞാൽ ധൃതിയിൽ തിടുക്കത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഐ വിൽ ബ്രിങ് യു സം ഫുഡ്, ഞാൻ നിനക്ക് കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നുതരാം. ഓൺലി നൗ ഡിഡ് ഐ വെഞ്ചർ എ ക്വസ്റ്റ്യൻ ഓഫ് മൈ ഓൺ, ഇപ്പോഴാണ് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായത്. വെഞ്ചർ എന്ന് പറഞ്ഞാൽ ധൈര്യം കാണിക്കുക, അല്ലെങ്കിൽ സാഹസം കാണിക്കുക എന്നൊക്കെയാണ്. ഇത്രയും നേരമായിട്ടും ഞാൻ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ട്, ഒരിക്കലും അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ ശ്രമിച്ചില്ല. ഇപ്പോഴാണ് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടിയത്. ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്, ആർ യു എ ജർമ്മൻ, നിങ്ങളൊരു ജർമ്മൻ ആണോ എന്നുള്ള ചോദ്യമാണ് സ്പിൽമാൻ ചോദിക്കുന്നത്. ഹി ഓൾമോസ്റ്റ് ഷൗട്ടഡ് ഈസ് ആൻസർ ഇൻ അജിറ്റേഷൻ, ഒരു പരിഭ്രാന്തിയോടുകൂടി അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ അദ്ദേഹം ഷൗട്ട് ചെയ്തുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. ആസ് ഇഫ് മൈ ക്വസ്റ്റ്യൻ ഹാഡ് ബീൻ ആൻ ഇൻസൾട്ട്, എൻ്റെ ചോദ്യം അയാൾക്കൊരു ഇൻസൾട്ടായിട്ടാണ്, ഒരു കളിയാക്കൽ പോലെയാണ് തോന്നിയത്. തിരിച്ച് മറുപടി പറയുന്നത് എങ്ങനെയാണ്, യെസ് ഐ ആം, അതെ ഞാനൊരു ജർമ്മൻകാരനാണ്. ആൻഡ് അഷെയിംഡ് ഓഫ് ഇറ്റ്, അത് പറയാൻ തന്നെ എനിക്കൊരു മടിയാണ്. അഷെയിംഡ്, ഐ ആം ഷെയിംഡ് ഓഫ് ജർമ്മൻ എന്നാണ് പറയുന്നത്. അതായത് ഐ ആം അഷെയിംഡ് ഓഫ് ബീങ് എ ജർമ്മൻ, ഞാൻ ജർമ്മൻ ആയതിൽ അല്പം നാണമുണ്ട് എനിക്ക്, ടിമിഡ്നെസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ എവറിതിങ് ദാറ്റ് ഹാസ് ബീൻ ഹാപ്പനിങ്, ഇതിനൊക്കെ ശേഷമാണ് അത് സംഭവിച്ചത്. അബ്രബ്ലി ഹി ഷുക്ക് ഹാൻഡ് വിത്ത് മീ ആൻഡ് ലെഫ്റ്റ്, പെട്ടെന്ന് അദ്ദേഹം എനിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് നിന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അതായത് നിങ്ങൾ ജർമ്മൻ ആണെന്ന് ചോദിച്ച ചോദ്യം അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെടാത്ത രൂപത്തിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് ചുരുക്കിയിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൈ കൊടുത്തിട്ട് ഞാൻ ജർമ്മൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജർമ്മൻ ഓഫീസർ. 3 days പാസ്ഡ് ബിഫോർ ഹി റീഅപ്പിയർഡ്, അങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പിന്നീട് വരുന്നത്. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു അല്ലേ, ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. ഇറ്റ് വാസ് ഈവനിങ് ആൻഡ് പിച്ച് ഡാർക്ക്, വൈകുന്നേര സമയത്താണ് വരുന്നത്, അല്പം ഇരുട്ടുണ്ട്. വെൻ ഐ ഹേർഡ് എ വിസ്പർ അണ്ടർ മൈ ലോഫ്റ്റ്, ആ സമയത്താണ് എൻ്റെ ലോഫ്റ്റിൻ്റെ തൊട്ട് താഴെ നിന്ന് ഒരു വിസ്പർ ഞാൻ കേൾക്കുന്നത്, ചെറിയ ശബ്ദത്തിൽ സംസാരിക്കുന്നത്. ഹലോ ആർ യു ദർ, നീ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടിയായിട്ട് തിരിച്ച് പറയുന്നത് എന്താണ്, യെസ് ഐ ആം ഹിയർ എന്ന് അദ്ദേഹം മറുപടിയും പറയുന്നുണ്ട്. അടുത്ത വരിയിൽ ഇങ്ങനെയാണ്, സൂൺ ആഫ്റ്റർ വാർഡ് സംതിങ് ഹെവി ലാൻഡഡ് ബിസൈഡ് മീ, അധികം വൈകാതെ അല്പം ഭാരമുള്ളൊരു വസ്തു എൻ്റെ അരികിൽ വന്ന് ലാൻഡ് ചെയ്തു. ത്രൂ ദ പേപ്പർ, അതൊരു പേപ്പറിൽ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഐ ഫെൽറ്റ് സെവറൽ ലോവ്സ് ആൻഡ് സംതിങ് സോഫ്റ്റ്, അതിനകത്ത് കുറച്ച് ലോഫ് ഉണ്ട്, അതുപോലെ തന്നെ ലോവ്സ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സാധനമുണ്ട്, ഭക്ഷണമായിട്ട് കൊണ്ടുവന്ന് കൊടുത്താണ്. വിച്ച് ലേറ്റർ ടേൺഡ് ഔട്ട് ടു ബി ജാം, പിന്നീടാണ് ആ സോഫ്റ്റ് ആയിട്ടുള്ള വസ്തു ഒരു ജാമാണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റുന്നത്. റാപ്പിഡ് ഇൻ എ ഗ്രീസ് പ്രൂഫ് പേപ്പർ, അത് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഗ്രീസ് പ്രൂഫ് പേപ്പർ, നമ്മുടെ ബട്ടർ പേപ്പറുമായിരിക്കുള്ള ഒരു പേപ്പറിലാണത് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഐ ക്വിക്ലി പുട്ട് ദ പാക്കേജ് ടു വൺ സൈഡ് ആൻഡ് കോൾഡ്, ഞാൻ പെട്ടെന്ന് ആ പാക്കേജ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ പറയാണ്, അദ്ദേഹത്തോട് പറയാം, വെയിറ്റ് എ മൊമെൻറ്റ്, ഒരു അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യോ. ദ വോയിസ് ഇൻ ദ ഡാർക്ക് സൗണ്ടഡ് ഇംപേഷ്യൻറ്റ്, ആ ഇരുട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ അക്ഷമമായിട്ട് തോന്നി. കാരണം അദ്ദേഹം വേഗത വെച്ചിട്ട് പുറത്തിറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. വാട്ട് ഈസ് ഇറ്റ്, ഹറിയപ്പ്, എന്താണ്, പെട്ടെന്ന് പറ. ദ ഗാർഡ് സോ മീ ഇൻ കം ഹിയർ, ഞാൻ ഇങ്ങോട്ട് വരുന്ന ഗാർഡ്സ് കണ്ടിട്ടുണ്ട്. ഐ മസ്റ്റിൻ സ്റ്റേ ലോങ്, എനിക്കിവിടെ കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ല. ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്, ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിങ്ങിങ് അറ്റ് ദ ലേറ്റസ്റ്റ്. എടാ നീ കുറച്ച് ദിവസം കൂടെ ഇവിടെ തങ്ങ്. ഹാങ് ഓൺ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് മൈൻഡഡ് ആയിട്ട് താമസിക്കുന്നതിനാണ് നമ്മൾ ഹാങ് ഓൺ എന്ന് പറയുക. അതായത് നീ കുറച്ച് ദിവസം കൂടെ ഇവിടെ തന്നെ താമസിക്ക്. ദ വാർ വിൽ ബി, അല്ലെങ്കിൽ വാർ വിൽ എൻഡ് ബൈ നെക്സ്റ്റ് സ്പ്രിങ്ങിങ്, ഏറ്റവും അടുത്ത നിമിഷം തന്നെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സമയത്തു തന്നെ യുദ്ധം അവസാനിക്കുന്നൂടെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദ വോയിസ് വെൽ സൈലൻറ്റ്, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ വോയിസ് അവിടെ നിശബ്ദമായി. ഐ ഡിഡ് നോട്ട് നോ ഇഫ് ദ ഓഫീസർ വാസ് സ്റ്റിൽ ദെയർ, ആ ഓഫീസർ ഇപ്പോഴും അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓർ ഇഫ് ഹി ഹാഡ് ഗോൺ, അദ്ദേഹം പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് സഡൻലി ഹി സ്പോക്ക് അഗെയിൻ, അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സംസാരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹത്തിൽ നിന്ന് മറുപടി കിട്ടാതായപ്പോൾ നമ്മുടെ ഈ ജർമ്മൻ ഓഫീസർ വീണ്ടും സംസാരിക്കുകയാണ്. യു മസ്റ്റ് ഹാങ് ഓൺ, നീ ഇവിടെ തന്നെ നിൽക്ക്.
ഡു യു ഹിയർ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ഈ സൗണ്ട് ഉണ്ടല്ലോ, ഞാൻ ഈ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നില്ലേ രണ്ടാമത്തെ ഒരു വോയിസ്. ഹിസ് വോയിസ് സൗണ്ടഡ് ഹാർഷ്. അത് ഭയങ്കര പരുക്കമായൊരു ശബ്ദമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓൾമോസ്റ്റ് ആസ് ഇഫ് ഹി വർ ഗിവിങ് ആൻ ഓർഡർ. അത് ഇവർ കമാൻഡ് ചെയ്യുന്നത് പോലെ, ഒരു ഓർഡർ കൊടുക്കുന്ന പോലെയുള്ള ഒരു വോയിസിലാണ് എന്നോട് സംസാരിച്ചതെന്ന് എനിക്ക് തോന്നി. ആൻഡ് കൺവിൻസിങ് മീ, അദ്ദേഹം എന്നെ ഇങ്ങനെ ബോധ്യപ്പെടുത്താണ്, കൺവിൻസ് ചെയ്യാണ്. ഓഫ് ഹിസ് അൺയീൽഡിങ്, അദ്ദേഹത്തിൻ്റെ കീഴടങ്ങാത്ത ബിലീഫ്, വിശ്വാസം, ദാറ്റ് ദ വാർ വുഡ് എൻ വെൽ ഫോർ അസ്, നമുക്ക് രണ്ടുപേർക്കും നല്ല രൂപത്തിൽ യുദ്ധം അവസാനിക്കും. അതായത് യുദ്ധം ഏറ്റവും അടുത്ത നിമിഷം തന്നെ നമുക്ക് രണ്ടുപേർക്കും ഗുണമാകുന്ന രൂപത്തിൽ അവസാനിക്കുമെന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം എന്നോട് ഷെയർ ചെയ്യാണ്. ഓൺലി ദെൻ ഡിഡ് ഐ ഹിയർ ദ ക്വയറ്റ് സൗണ്ട് ഓഫ് ദ ആറ്റിക് ഡോർ ക്ലോസിങ്. അപ്പോഴാണ് പതിയെ ഈ ആറ്റിക്കിൻ്റെ ഡോറ് അദ്ദേഹം ക്ലോസ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നത്. ഇതും പറഞ്ഞ മനുഷ്യന് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, വേഗം എന്ത് ചെയ്യുന്നുണ്ട്, അതും പറഞ്ഞിട്ട് ആറ്റിക്കിൻ്റെ ഡോറ് അടച്ച് പുറത്തേക്ക് പോവാണ്. കാരണം പുറത്ത് മുഴുവൻ ജർമ്മൻ ഓഫീസേഴ്സും ഗാർഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തെ കൊല ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് അവിടുന്ന് വേഗം പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുന്നത്. അങ്ങനെ അദ്ദേഹം അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയത്ത് മൊനോട്ടോണസ് ഹോപ്പ്ലെസ് വീക്സ് പാസ്ഡ് ബൈ. നമ്മുടെ സ്പിൽമാൻ പറയാണ് മൊനോട്ടോണസ്, എലോൺ, ഞാനിവിടെ തനിച്ചാണ്, ഹോപ്പ്ലെസ്, പ്രതീക്ഷയേറ്റുപോയൊരു മനുഷ്യനാണ്, വീക്സ് പാസ്ഡ് ബൈ, പ്രതീക്ഷകളൊന്നുമില്ലാതെ ആഴ്ചകളിങ്ങനെ കടന്നു പോവാണ്. ഐ ഹേർഡ് ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയർ. ആർട്ടിലറി എന്ന് പറഞ്ഞാൽ ലാർജ് ഗൺ യൂസ്ഡ് ഇൻ എ വാർന്ന, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വലിയ ഗണ്ണുകളെയാണ് നമ്മൾ ആർട്ടിലറി എന്ന് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ശബ്ദം ക്രമാതീതമായി കുറഞ്ഞു കുറഞ്ഞു വന്നു. അതായത് ഒരു യുദ്ധം അവസാനിച്ച മട്ടാണ്. ദർ വർ ഡേയ്സ് വെൻ നോട്ട് എ സിംഗിൾ ഷോട്ട് ബ്രോക്ക് ദ സൈലൻസ്. നിശബ്ദതയെ വീഴ്ത്തുന്ന അല്ലെങ്കിൽ നിശബ്ദതയെ പരാജയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വെടിയച്ചുകൾ കേൾക്കാത്ത ദിവസങ്ങൾ അതിനുശേഷം ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ പിന്നീട് ഈ ഫയറിംഗ് ഒന്നും ഇല്ലാത്ത, വെടിവെച്ചുകളൊന്നും ഇല്ലാത്ത അല്പ ദിവസങ്ങൾ കടന്നുപോയി. സോൾജിയേഴ്സ് വെൻ്റ് അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയർസ്. ഇദ്ദേഹം താമസിക്കുന്ന ആറ്റിക്കിലെ ആ സ്റ്റെയറിന് മുകളിലോട്ടും താഴെയിട്ടുമൊക്കെ ഈ ജർമ്മൻ ഓഫീസേഴ്സ് പലപ്പോഴും ഇങ്ങനെ പോകുന്ന ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റും. ഓഫൺ ബ്രിങ്ങിങ് ലാർജ് പാക്കേജസ് അപ്പ് ആൻഡ് ടു ദ ആറ്റിക് ആൻഡ് ഫെച്ചിങ് അതേഴ്സ് ഡൗൺ. ചില സമയത്ത് ചില ഓഫീസേഴ്സ് അവിടെ വലിയ പാക്കേജുകൾ കൊണ്ടുവന്ന് വെക്കും. ചില ആളുകൾ എന്ത് ചെയ്യും, ഫെച്ചിങ് ഡൗൺ, അത് താഴേക്ക് എടുത്തു കൊണ്ടുപോവുകയും ചെയ്യും. ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക എന്നും, ഫെച്ചിങ് എന്ന് പറഞ്ഞാൽ എടുത്തു കൊണ്ടുപോവുക എന്നാണ്. അപ്പോൾ അത് ചിലർ മുകളിലോട്ട് കൊണ്ടു നോക്കും, ചിലരത് താഴേക്ക് കൊണ്ടുപോകുന്ന ശബ്ദവും അയാൾ കേട്ടിട്ടുണ്ട്. ബട്ട് മൈ ഹൈഡിങ് പ്ലേസ് വാസ് വെൽ ചോസൺ. പക്ഷെ എൻ്റെ ഹൈഡിങ് പ്ലേസ് ഉണ്ടല്ലോ, അതൊരു നല്ല തിരഞ്ഞെടുപ്പായിരുന്നു. നോ വൺ എവർ തോട്ട് ഓഫ് സെർച്ചിങ് ദ ലോഫ്റ്റ്. പക്ഷെ ഇത്രയും കാലമായിട്ടും ആരും ആ ഒരു ലോഫ്റ്റ്, ഇത്രയും ജർമ്മൻ ഓഫീസേഴ്സ് അങ്ങോട്ട് വരികയും അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യുമ്പോഴും ഇത്രയും കാലമായിട്ട് ഒരു ഓഫീസർ പോലും ഞാൻ ഇരിക്കുന്ന ലോഫ്റ്റ് സെർച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരത് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഹൈഡിങ് പ്ലേസ് ഒരു നല്ല തിരഞ്ഞെടുപ്പായിരുന്നു എന്നുകൂടെ അദ്ദേഹം അതിനോടുകൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാം, ഓൺ 12th ഡിസംബർ, 12-ാം തീയതി ഡിസംബർ മാസം, ദ ഓഫീസർ കെയിം ഫോർ ദ ലാസ്റ്റ് ടൈം. ഈ ഓഫീസർ അവസാനമായിട്ട് തൻ്റെ ആറ്റിക്കിലേക്ക് വരികയാണ്. ഹീ ബ്രോട്ട് മീ എ ലാർജർ സപ്ലൈ ഓഫ് ബ്രെഡ് ദാൻ ബിഫോർ ആൻഡ് ദ വാം എയ്ഡർ ഡൗൺ. നേരത്തെ കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണവും ഒരു എയ്ഡർ ഡൗൺ എന്ന് പറഞ്ഞാൽ ഒരു ബെഡാണ്, മാട്രസ്സാണ്, ഒരു വാമായിട്ടുള്ള ഒരു മാട്രസും കൊണ്ടുവരുന്നുണ്ട്. കാരണം ഈ ഓഫീസർ അവസാനമായിട്ട് വരുന്നത്, ഇനി ഒരു പക്ഷേ അദ്ദേഹം വരില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഭക്ഷണവും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഹീ ടോൾഡ് മീ ഹി വാസ് ലീവിങ് വാർസോ വിത്ത് ഹിസ് ഡിറ്റാച്ച്മെൻറ്റ്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സും, ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ് എന്നാണ്, അവർ ഈ വാർസോ ലീവ് ചെയ്യാണ്, നാട്ടിലേക്ക് പോവാണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഐ മസ്റ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ലോസ് ഹാർട്ട്. അദ്ദേഹം പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു നഷ്ടപ്പെടലിൻ്റെ വേദനയൊന്നും എനിക്ക് ശരിക്കും തോന്നിയിട്ടില്ല. ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്. എൻ്റെ മനസ്സിലെന്താ അറിയോ, ഞാൻ എങ്ങനെ ഇനി ഈ തെരുവ് യുദ്ധത്തെ അതിജീവിക്കും? ഐ ആസ്ക്ഡ് ആങ്ഷ്യസ്ലി. ഭയങ്കര ഉത്കണ്ഠയോടുകൂടിയാണ് ഞാൻ ചോദിക്കുക, ഇദ്ദേഹം പോയി കഴിഞ്ഞാൽ ഞാൻ ഇനി ഇങ്ങനെ ഈ തെരുവ് യുദ്ധത്തെ അതിജീവിക്കുക, എനിക്ക് എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടുക? ആ സമയത്ത് ജർമ്മൻ ഓഫീസർ പറയുന്നുണ്ട്, ഇഫ് യു ആൻഡ് ഐ ഹാവ് സർവൈവ്ഡ് ദിസ് ഇൻഫേർണോ, നീയും ഞാനും സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് ഇൻഫേർണോ, ഈ ഒരു നരക തുല്യമായ സ്ഥലം, ഇൻഫേർണോ എന്ന് പറഞ്ഞാൽ ഹെല്ലിഷ് പ്ലേസ് എന്ന നരക സമാനമായ സ്ഥലത്ത് നമ്മൾ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ ഫോർ ഓവർ 5 years, 5 വർഷമായിട്ട്. ഹി റിപ്ലൈഡ്, എന്നിട്ട് പറയാം, ആഡ് ചെയ്യാണ്, ഇറ്റ്സ് ഒബ്വിയസ്ലി ഗോഡ്സ് വിൽ ഫോർ അസ് ടു ലീവ്. നമ്മളിവിടെ ജീവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. നമ്മളിവിടെ താമസിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളിവിടെ ജീവനോടുകൂടെ ബാക്കി ഉണ്ടാവണം എന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയും ബാക്കി കാലം കൂടെ ജീവിക്കുമെന്നുള്ളത്, അല്ലെങ്കിൽ യുദ്ധത്തെ അതിജീവിക്കുമെന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് അദ്ദേഹത്തിന് ഉറപ്പ് കൊടുക്കുകയാണ്. വി ഹാഡ് ഓൾറെഡി സെറ്റ് ഗുഡ് ബൈ. ഞങ്ങൾ ഓൾറെഡി ബൈ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹി വാസ് എബൌട്ട് ടു ഗോ. അദ്ദേഹം പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന സമയത്ത് വെൻ ആൻ ഐഡിയ കെയിം ടു മീ, എൻ്റെ മനസ്സിലേക്ക് ഒരു ഐഡിയ വരികയാണ്. അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ്, അവസാന നിമിഷം. ഐ
ഐ ഹാഡ് ലോങ് ബീൻ റാക്കിംഗ് മൈ ബ്രെയിൻസ്. എൻ്റെ മനസ്സിൽ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യം കൂടിയാണ്. ഫോർ സം വേ ഓഫ് ഷോയിങ് ഹിം മൈ ഗ്രാറ്റിറ്റ്യൂഡ്. എന്നെ ഇത്രയും കാലം സഹായിച്ച മനുഷ്യനോട് എനിക്കൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം, എൻ്റെ നന്ദി ഒന്ന് പ്രകടിപ്പിക്കണം. അപ്പോൾ അതെങ്ങനെയാണ്? ലിസൺ. അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ലിസൺ, ഒന്ന് കേൾക്കണേ, ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. ഐ ടുക്ക് ഹിസ് ഹാൻഡ്. ഞാൻ അദ്ദേഹത്തിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ആൻഡ് ബിഗാൻ സ്പീക്കിംഗ് ഏർജൻ്റ്ലി. വളരെ ഏർജൻ്റായിട്ട് സംസാരിക്കുകയാണ്. ഐ നെവർ ടോൾഡ് യു മൈ നെയിം. ഇതുവരെ ഞാൻ നിങ്ങളോട് എൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഇത്രയും കാലമായിട്ട് നിങ്ങളോട് ഞാൻ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല. യു ഡിൻ ആസ്ക് മീ. നിങ്ങൾ എന്നോടത് ചോദിച്ചിട്ടുമില്ല. ബട്ട് ഐ വാണ്ട് യു ടു റിമെമ്പർ ഇറ്റ്. നിങ്ങൾ എൻ്റെ പേര് ഓർത്തിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജർമ്മൻ ഓഫീസറോട് പറയാം, നിങ്ങൾ ഇത്രയും കാലമായിട്ട് എൻ്റെ പേര് നിങ്ങൾ ചോദിച്ചിട്ടില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുമില്ല. ആ പേര് നിങ്ങൾ ഓർത്തു വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. ഹൂ നോസ് വാട്ട് മേ ഹാപ്പൻ. എന്താ സംഭവിക്കുക എന്ന് ആർക്കും അറിയില്ലല്ലോ. യു ഹാവ് എ ലോങ് വേ ടു ഗോ ഹോം. നിങ്ങൾക്കാണെങ്കിൽ ഒരുപാട് ദൂരം വീട്ടിലേക്ക് പോകാനുണ്ട്. ഇഫ് ഐ സർവൈവ്, ഞാനിത് അതിജീവിക്കുകയാണെങ്കിൽ, അതായത് ഈ നരകത്തിൽ നിന്ന് ഈ യുദ്ധസമാനമായ അന്തരീക്ഷത്തെ ഞാൻ അതിജീവിക്കുകയാണെങ്കിൽ, ഐ വിൽ സർട്ടൻലി ബി വർക്കിംഗ് ഫോർ പോളിഷ് റേഡിയോ അഗെയിൻ. ഞാൻ വീണ്ടും പോളിഷ് റേഡിയോയിൽ വർക്ക് ചെയ്യും. ഐ വാസ് ദർ ബിഫോർ ദ വാർ. യുദ്ധത്തിന് മുൻപ് ഞാൻ അവിടെയായിരുന്നു. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു യു, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു, ഒരു പക്ഷേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റിയേക്കാം. ഈ യുദ്ധത്തിൽ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. യുദ്ധം ഇനി നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് അവസാനിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് അപ്പോൾ എന്തെങ്കിലും എൻ്റെ ആവശ്യം വരികയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റിയേക്കാം. എന്നിട്ട് പറയുന്നുണ്ട്, ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു ദെൻ ഇൻ എനി വേ റിമെമ്പർ മൈ നെയിം സ്പിൽമാൻ പോളിഷ് റേഡിയോ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പേരൊന്ന് ഓർത്ത് വെക്കണേ. എൻ്റെ പേര് സ്പിൽമാൻ എന്നാണ്. ബിലോങ്സ് ടു പോളിഷ് റേഡിയോ. ഞാൻ പോളിഷ് റേഡിയോയിലാണ് ജോലി ചെയ്യുന്നത്. ഹി സ്മൈൽഡ് ഹിസ് യൂഷ്വൽ സ്മൈൽ. അദ്ദേഹം സാധാരണ ചിരിക്കാറുള്ളൊരു ചിരിയുണ്ട്, അത് ചിരിക്കുന്നുണ്ട്. ഹാഫ് ഷൈ, ഒരു പകുതി നാണത്തോടെ. എംബാരസ്ഡ് എന്ന് പറഞ്ഞാലും നാണത്തിനു കാരണമായൊരു വസ്തു എന്നാണ്. ഒരു നാണത്തോടുകൂടെ, മടിയോടുകൂടെ പറയാണ്. ബട്ട് ഐ ഫെൽറ്റ് ഐ ഹാഡ് ഗിവൺ ഹിം പ്ലഷർ ഹിം മൈ നെയ്വ് വിഷ് ടു ഹെൽപ്പ് ഹിം. എനിക്കത്ര നെയ്വ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് എന്നാണ്. എനിക്കത്ര പരിചയമൊന്നുമില്ല. എങ്കിലും ഞാൻ എൻ്റെ ഉള്ള ഒരു പരിചയം വെച്ച് ഞാൻ അദ്ദേഹത്തെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തോട് നന്ദി പ്രകടിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. എങ്ങനെ? എൻ്റെ ഒരു സഹായം അദ്ദേഹത്തിന് ഓഫർ ചെയ്തുകൊണ്ട്. ദ ഫസ്റ്റ് ഹാർഡ് ഫ്രോസ്റ്റ് കെയിം ഇൻ മിഡിൽ ഓഫ് ദ ഡിസംബർ. അങ്ങനെ ഡിസംബർ മാസം ഒരു പകുതിയാവുന്നതോടുകൂടെ നല്ല ശക്തമായിട്ട് മഞ്ഞുവീഴ്ചയുണ്ട്. ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ മഞ്ഞാണ്. ക്രിസ്മസ് കെയിം, ക്രിസ്തുമസ് വന്നു. ആൻഡ് ദ ന്യൂ ഇയർ ഓഫ് 1945, 1945 പുതുപുലരി വന്നു, അതായത് ന്യൂ ഇയർ വന്നു. ദ 6th ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ, 6ാമത്തെ ക്രിസ്തുമസ് ആണ്, ന്യൂ ഇയർ ആണ്. സെലിബ്രേഷൻ ഓഫ് ദ വാർ, ഈ യുദ്ധത്തിനിടക്ക്. ആൻഡ് ദ വേഴ്സ്റ്റ് ഐ ഹാഡ് നോൺ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശമായിട്ടുള്ളതാണിത്. ഐ ലേ ഇൻ ദ ഡാർക്ക്. ഞാൻ ആ ഇരുട്ടിൽ ഇങ്ങനെ കിടന്നു. ലിസണിങ് ടു ദ സ്റ്റോമി, ആ ശക്തമായിട്ടുള്ള കാറ്റിനെയും കേട്ടുകൊണ്ട്. ഐ ഹേർഡ് ദ സ്ക്വീക്കിംഗ് ആൻഡ് റെസ്ലിംഗ് ഓഫ് റാറ്റ്. ആ സമയത്ത് കുറച്ച് എലികൾ എൻ്റെ ചുറ്റുപാട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നുണ്ട്. സ്ക്വീക്കിംഗ് എന്ന് പറയുന്നതും റെസ്ലിംഗ് എന്ന് പറയുന്നതും ശബ്ദത്തെയാണ് നോട്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ സൂചിപ്പിക്കുന്നത്. ആൻഡ് റാറ്റ് ആൻഡ് മൈസ്, അതുണ്ടാക്കുന്നത് എലികളും മൈസൊക്കെയാണ്. റണ്ണിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ദ ആറ്റിക്. അവർ ആറ്റിക്കിലൂടെ തട്ടിമ്പുറത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അദ്ദേഹം പറയുന്നത്, ഇൻ മൈ മൈൻഡ് ഐ വെൻറ്റ് ഓവർ എവരി ക്രിസ്മസ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ വാർ. ആ യുദ്ധത്തിൻ്റെ സമയത്തും ആ യുദ്ധത്തിന് മുൻപുള്ള സമയത്തുള്ള എൻ്റെ ഓരോ ക്രിസ്മസുകൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവാണ്. അറ്റ് ഫേസ്റ്റ് ഐ ഹാഡ് എ ഹോം. ആദ്യം എനിക്കൊരു വീടുണ്ടായിരുന്നു. പേരൻസ്, അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. 2 സിസ്റ്റേഴ്സ്, 2 സഹോദരിമാരുണ്ട്. ആൻഡ് എ ബ്രദർ, ഒരു സഹോദരനുണ്ട്. ദെൻ വി ഹാഡ് നോ ഹോം. പിന്നീട് ഞങ്ങൾക്ക് ആ വീട് നഷ്ടപ്പെട്ടു യുദ്ധത്തിൽ. ഓഫ് അവർ ഓൺ എനിമോർ. ഞങ്ങളുടേതെന്ന് പറയാൻ പിന്നീട് ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് വി വർ ടുഗദർ. പക്ഷെ അപ്പോഴും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ലേറ്റർ ഐ വാസ് എലോൺ. പിന്നീട് ഞാൻ ഒറ്റയ്ക്കായി. ബട്ട് സറൗണ്ടഡ് ബൈ അതർ പീപ്പിൾ. പക്ഷേ എൻ്റെ ചുറ്റിനും അപ്പോഴും കുറേ ആളുകളുണ്ടായിരുന്നു. ആൻഡ് നൗ ഐ വാസ് ലോൺലിയർ. ഇപ്പോൾ ഞാൻ വീണ്ടും തനിച്ചായിരിക്കുന്നു. ഐ സപ്പോസ്ഡ് ദാൻ എനി വൺ എൽസ് ഇൻ ദ വേൾഡ് ഐ ഹാഡ് ടു ബി എലോൺ, എൻറ്റയർലി എലോൺ ഇഫ് ഐ വാണ്ടഡ് ടു ലീവ്. എന്നിട്ട് അദ്ദേഹം പറയാം, ഇനി ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തനിച്ച് ജീവിക്കണം. കാരണം ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് കൂട്ടിനാരുമില്ല. എൻ്റെ അച്ഛനെയും അമ്മയെയും 2 സഹോദരിമാരെയും ഒരു സഹോദരനെയും ഒക്കെ എനിക്ക് ആ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു എന്ന് വളരെ സങ്കടത്തോടു കൂടി ആ മനുഷ്യനിങ്ങനെ ഓർത്തെടുക്കുകയാണ്. ഓൺ 14th January അൺയൂഷ്വൽ നോയ്സ് ഇൻ ദ ബിൽഡിംഗ് ആൻഡ് ദ സ്ട്രീറ്റ് ഔട്ട്സൈഡ് വോക്ക് മീ. കുറച്ച് ദിവസമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആർട്ടിലറി സൗണ്ടൊന്നുമില്ല, യുദ്ധം അവസാനിച്ച മട്ടാണ്. പക്ഷേ ജനുവരി 14 പതിവിന് വിപരീതമായിട്ട് ഒരു അൺയൂഷ്വൽ നോയ്സ് ആ ബിൽഡിങ്ങിൻ്റെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അത് കേട്ടിട്ടാണ് ഞാൻ ഉണരുന്നത്.
സോൾജിയേഴ്സ് റാൻ അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റേഴ്സ്. ഈ ജർമ്മൻ സോൾജിയേഴ്സ് ഈ എന്താ പറയുക കെട്ടിടത്തിൻ്റെ ഈ സ്റ്റെയർ കേസിലൂടെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. ആൻഡ് ഐ ഹേർഡ് അജിറ്റേറ്റഡ് നെർവസ് വോയിസസ്. ഞാൻ അവിടുന്ന് വളരെ പരിഭ്രാന്തിയുള്ള, നെർവസ് എന്ന് പറഞ്ഞാൽ ടെൻസ്ഡ് എന്നാണ്, അജിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ പരിഭ്രാന്തമായ ചില ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. പേടിച്ച പട്ടാളക്കാരുടെ വോയിസ്. അവർ ഭയങ്കര ടെൻസ്ഡാണ്. ഏർലി ഇൻ ദ മോർണിംഗ് ഓഫ് 15th January. അങ്ങനെ 15-ാം തീയതി രാവിലെ ദ സൗണ്ട് ഓഫ് ആർട്ടിലറി ഫ്രം ദ പ്രീവിയസ്ലി സൈലൻറ്റ് ഫ്രണ്ട് വാസ് ഹേർഡ്. നേരത്തെ നിശബ്ദമായ ആ ആർട്ടിലറിയുടെ ശബ്ദം വീണ്ടും കേൾക്കാനിടയാവാണ്. The sound of artillery from the previously silent was heard. The ground and the walls of the building shook under the constant dull thunder. ആ ഒരു തുടർച്ചയായ, കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായ ആ ഒരു ആർട്ടിലറി ഫയറിൽ ആ ഒരു ബിൽഡിങ്ങും അതുപോലെ ആ കെട്ടിടവും അതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വിറക്കുന്നുണ്ട്. 3 hours later, 3 മണിക്കൂർ അത് നീണ്ടു നിൽക്കുകയാണ്. 3 മണിക്കൂറിന് ശേഷം ഹെവി ആർട്ടിലറി ഫയർ ഡൈഡ് ഡൗൺ അഗെയിൻ. അത് വീണ്ടും അവസാനിക്കുന്നുണ്ട്. ആ വെടിവെച്ചുകൾ വീണ്ടും അസ്തമിക്കുന്നുണ്ട്. ബട്ട് ഐ വാസ് നെർവസ് ആസ് എവർ. ഞാൻ വീണ്ടും ടെൻസ്ഡായി. മുൻപത്തേക്കാളും അയാൾ ടെൻസ്ഡ് ആവാണ് നമ്മുടെ സ്പിൽമാന്. ഐ ഡിഡ് നോട്ട് സ്ലീപ്പ് അറ്റ് ഓൾ നൈറ്റ്. ആ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ദ സ്ട്രീറ്റ് ഫൈറ്റ് വുഡ് ബിഗിൻ അറ്റ് എനി മൊമെൻറ്റ്. ഇനി എപ്പോൾ വേണമെങ്കിലും ആ യുദ്ധം വീണ്ടും ആരംഭിക്കാം. ആൻഡ് ഐ കുഡ് ബി കിൽഡ്. ഞാൻ അവിടെ മരണപ്പെടുകയും ചെയ്തേക്കാം. ഇനി എന്താ സംഭവിക്കുക എന്ന് അദ്ദേഹത്തിന് അറിയില്ല. പുറത്തുനിന്നൊരു ഇൻഫർമേഷൻ കിട്ടാനുള്ള വഴിയില്ല. ജർമ്മൻ ഓഫീസർ പോയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാമെന്നറിയില്ല. അത്തരമൊരവസ്ഥയിലാണ്. ദ നൈറ്റ് പാസ്ഡ് പീസ്ഫുള്ളി. ആ രാത്രി വളരെ സമാധാനപരമായിട്ട് പിന്നീട് കടന്നുപോയി. അതായത് പിന്നീട് 15-ാം തീയതി ആ ഒരു രാത്രിയിൽ പിന്നീട് ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. എറൗണ്ട് 1 o'clock, രാത്രി ഏകദേശം 1 മണിയായ സമയത്ത് ഐ ഹേർഡ് ദ റിമൈനിങ് ജർമ്മൻസ് ലീവിങ് ദ ബിൽഡിംഗ്. ബാക്കിയുള്ള ജർമ്മൻ പട്ടാളക്കാർ ആ കെട്ടിടത്തിൽ നിന്ന് പോകുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. സൈലൻസ് ഫെൽ. പിന്നീട് അവിടെ ഭയങ്കര നിശബ്ദതയായി. ഐ കുഡ് നോട്ട് ഈവൻ ഹിയർ ദ സ്റ്റെപ്സ് ഓഫ് ദ ഗാർഡ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. പുറത്തുനിന്ന് ഗാർഡ്സിൻ്റെ ശബ്ദം പോലും കേൾക്കുന്നില്ല. അവരെല്ലാവരും ഒരുപക്ഷെ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയിട്ടുണ്ടാവാം. നോട്ട് അൺടിൽ ദ ഏർലി അവേഴ്സ് ഓഫ് ദ നെക്സ്റ്റ് ഡേ. അതിന് അടുത്ത ദിവസം ഏറ്റവും അതിരാവിലെ വാസ് ദ സൈലൻസ് ബ്രോക്കൺ ബൈ എ ലൗഡ് ആൻഡ് റെസൊണൻറ്റ് നോയ്സ്. അതിരാവിലെ തന്നെ ഒരു വലിയ ശബ്ദം, വളരെ വ്യക്തമായ, റെസൊണൻ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തമായ, ക്ലിയറായ ഒരു ശബ്ദം കേട്ടു. ദ ലാസ്റ്റ് സൗണ്ട് ഐ ഹാഡ് എക്സ്പെക്റ്റഡ്. ഞാൻ ഈ യുദ്ധത്തിനിടയ്ക്ക് അവസാനമായി പ്രതീക്ഷിച്ചിരുന്ന ഒരു ശബ്ദം കൂടിയായിരുന്നു അത്. ആ ശബ്ദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ് സെറ്റപ്പ് സംവർ നിയർ ബൈ വേർസ് ബ്രോഡ്കാസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ് ഇൻ പോളിഷ് ഓഫ് ദ ഡിഫീറ്റ് ഓഫ് ജർമ്മനി ആൻഡ് ദ ലിബറേഷൻ ഓഫ് വാർസോ. അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ്, അതായത് ഒരു റേഡിയോ അനൗൺസ്മെൻറ്റ് സെറ്റപ്പ് ചെയ്തിട്ട് ഈ ആർമി, പോളിഷ് ലിബറേഷൻ ആർമി നമ്മുടെ ജർമ്മനിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു, വാർസോ സ്വതന്ത്രമായിരിക്കുന്നു എന്നുള്ളൊരു അനൗൺസ്മെൻ്റാണ് കേൾക്കുന്നത്. ദ ജർമ്മൻസ് ഹാഡ് വിഡ്രോൺ വിത്തൗട്ട് എ ഫൈറ്റ്. ഒരു യുദ്ധം പോലും ഇല്ലാണ്ട് ജർമ്മൻ സൈന്യം പോളണ്ടിൽ നിന്ന് വിട വാങ്ങിയിരിക്കുന്നു. ആസ് സൂൺ ആസ് ഇറ്റ് ബിഗിൻ ടു ഗെറ്റ് ലൈറ്റ്. ഒന്ന് പ്രകാശം വരുന്ന സമയത്ത്, അതായത് ലൈറ്റ് വന്ന് തുടങ്ങുന്ന സമയത്ത് ഐ പ്രിപ്പയർഡ് ഫീവറിഷ്ലി ഫോർ മൈ ഫസ്റ്റ് വെഞ്ചർ ഔട്ട്. ഞാനിങ്ങനെ പേടിയോടുകൂടെ, ഫീവറിഷ്ലി എന്ന് പറഞ്ഞാൽ ഭയത്തോടുകൂടെ ഞാനിങ്ങനെ പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട്, വെഞ്ചർ ഒരു സാഹസത്തിന് മുതിരാണ്. അതായത് കുറേ കാലമായിട്ട് ഒളിച്ചു നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ആദ്യമായിട്ട് യുദ്ധം അവസാനിച്ചല്ലോ എന്നുള്ള സമാധാനത്തോടു കൂടെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. മൈ ഓഫീസർ ഹാഡ് ലെഫ്റ്റ് മീ എ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ടു കീപ് മീ ഫ്രം ഫ്രീസിങ്. ആ ജർമ്മൻ ഓഫീസർ പോകുന്ന സമയത്ത് എനിക്ക് ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഓവർകോട്ട് തന്നിട്ടുണ്ട്. ഐ ഹാഡ് ഓൾറെഡി പുട്ട് ഇറ്റ് ഓൺ. ഞാനതാണെങ്കിൽ ധരിച്ചിട്ടുമുണ്ട്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നാണ്. വെൻ ഐ സഡൻലി ഹേർഡ് ദ റിതമിക് ഫുഡ് സ്റ്റെപ്പ് ഓഫ് ദ ഗാർഡ് ഔട്ട് ഇൻ ദ റോഡ് അഗെയിൻ. വീണ്ടും ഞാൻ ഈ പുറത്ത് നിന്ന് ഒരു റിതമിക് ഫുഡ് സ്റ്റെപ്പ് കേൾക്കുന്നുണ്ട് ഈ പട്ടാളക്കാരുടെ. അത് കേട്ട സമയത്ത് അദ്ദേഹത്തിന് ഇത് ആരാണെന്ന് അറിയുന്നില്ല. ജർമ്മൻ ആണോ, സോവിയറ്റിൻ്റെ ആണോ, അതല്ലെങ്കിൽ പോളിഷ് ആർമിയുടേതാണോ ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ വിചാരിക്കുകയാണ്, ഹാഡ് ദ സോവിയറ്റ് ആൻഡ് പോളിഷ് ട്രൂപ്പ് വിഡ്രോൺ ദെൻ. ഈ പോളിഷ് ആർമിയും അതുപോലെ തന്നെ സോവിയറ്റ് ആർമിയും വിഡ്രോൺ ചെയ്തില്ലേ, ദെൻ ഇനിയിപ്പോൾ അത് ആരാണ് അവിടെ ഉള്ളത്? ഐ സാങ്ക് ഓൺ മൈ മാട്രസ്. ഞാൻ വീണ്ടും ആ മാട്രസ് തന്നെ, ആ ബെഡ് തന്നെ, അയാൾ കൊടുത്ത എയ്ഡർ ഡൗൺ ഇല്ലേ, ആ എയ്ഡർ ഡൗണിൽ തന്നെ കിടക്കുകയാണ്. അറ്റേർലി ഡിജക്റ്റഡ്, കംപ്ലീറ്റ്ലി സാഡ്, പൂർണ്ണമായിട്ടും സങ്കടത്തോടു കൂടെ. ആൻഡ് ലേ ദർ അൻറ്റിൽ സംതിങ് ന്യൂ കെയിം ടു മൈ ഇയേഴ്സ്. എൻ്റെ കാതുകളിലേക്ക് പുതിയതെന്തെങ്കിലും കേൾക്കുന്നത് വരെ ഞാൻ അവിടെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ദ വോയിസ് ഓഫ് ദ വുമൺ ആൻഡ് ചിൽഡ്രൻ. കുട്ടികളുടെ ശബ്ദമുണ്ട്, സ്ത്രീകളുടെ ശബ്ദമുണ്ട്. ഇത് രണ്ടും കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം യുദ്ധം അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അറ്റ് ഓൾ കോസ്റ്റ് ഐ ഹാഡ് ടു ഗെറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ
അപ്പോൾ നമ്മുടെ സ്പിൽമാൻ പറയാണ്, നീ എന്ത് വില കൊടുത്തും എനിക്ക് പുറത്ത് പോയിട്ട് ആ ഇൻഫർമേഷൻ ഒന്ന് കളക്ട് ചെയ്യണം, എന്താണ് സംഭവം എന്നുള്ളത് എനിക്കൊന്ന് അറിയണമെന്ന് കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ഐ റാൻ ഡൗൺ ദ സ്റ്റേഴ്സ് ആൻഡ് പുട്ട് മൈ ഹെഡ് ഔട്ട് ഓഫ് ദ ഡോർ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. ഞാൻ പെട്ടെന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആ താഴത്തെ നിലയിലേക്ക് വന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് ഡോറിലൂടെ പുറത്തേക്ക് തലയിട്ട് നോക്കി. ഇറ്റ് വാസ് എ ഗ്രേ മിസ്റ്റി മോർണിംഗ്. നല്ല മൂടൽമഞ്ഞുള്ള ഒരു പ്രഭാതമാണത്. ടു മൈ ലെഫ്റ്റ്, എൻ്റെ ഇടതുവശത്തായിട്ട്, അത് ആ ഡോറിൻ്റെ ഇടതുവശത്തായിട്ട്, നോട്ട് ഫാർ അവേ, അധികം അകലെയല്ലാതെ, സ്റ്റുഡ് എ വുമൺ സോൾജിയർ, ഒരു വുമൺ സോൾജിയർ നിൽപ്പുണ്ട്. ബട്ട് ആ ഒരു മിസ്റ്റി മോർണിംഗ് കാരണം യൂണിഫോമിലാണുള്ളത്. സോൾജിയർ ഇൻ എ യൂണിഫോം ദാറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ. പക്ഷെ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. അത് പോളിഷാണോ, ജർമ്മൻ ആണോ, അല്ലെങ്കിൽ ഈ അവരെ സഹായിക്കാൻ വന്ന സോവിയറ്റ് ട്രൂപ്സിൽപ്പെട്ട ആളാണോ, ഒന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അറ്റ് ദിസ് ഡിസ്റ്റൻസ്, ഈ അകലത്തുനിന്ന്, കാരണം അവിടെ മിസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ്, മൂടൽമഞ്ഞുണ്ടായതുകൊണ്ടാണ്. ഈ വുമൺ വിത്ത് ബണ്ടിൽ ഓൺ ഹെർ ബാക്ക് വാസ് അപ്രോച്ചിങ് ഫ്രം മൈ റൈറ്റ്. ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ വലതുവശത്ത് നിന്ന് ഒരു ചുമലിൽ ഭയങ്കര വലിയൊരു ഭാണ്ഡക്കെട്ടുമായിട്ടൊരു സ്ത്രീ നടന്നെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. വെൻ ഷീ കെയിം ക്ലോസർ, അവൾ എൻ്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് ഐ വെഞ്ചർ ടു സ്പീക്ക് ടു ഹെർ, ഞാൻ അവളോട് സംസാരിക്കാൻ ധൈര്യപ്പെട്ടു. ഹലോ, എക്സ്ക്യൂസ് മീ, ഐ കോൾഡ് ഇൻ എ മ്യൂട്ടഡ് വോയിസ്. എന്നിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് ഒരു മ്യൂട്ടഡ് വോയിസിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ബെക്കോണിങ് ഹെർ ഓവർ, തൻ്റെ അടുത്തേക്ക് ബെക്കോൺ ചെയ്യുന്നുണ്ട്. ബെക്കോൺ എന്ന് പറഞ്ഞാൽ ആംഗ്യം കാട്ടി വിളിക്കുക എന്നാണ്. ഷീ സ്റ്റേഡ് അറ്റ് മീ, അവളെന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി, തറപ്പിച്ച് നോക്കി. ഡ്രോപ്ഡ് ഹെർ ബണ്ടിൽ ആൻഡ് ടുക്ക് ഹെർ ടു ഹീൽസ്. എന്നിട്ട് ആ ബണ്ടിൽ നിലത്തേക്ക് ഇട്ടിട്ട് അവൾ പെട്ടെന്ന് അവിടുന്ന് ഓടിപ്പോവാണ്. എന്നിട്ട് അവൾ ഷ്രീക്ക്, ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട്, ചെവി തുളച്ചു കയറുന്ന ശബ്ദത്തിൽ വിളിക്കുന്നുണ്ട്. അത്തരം ഒരു ഷ്രീക്കിംഗ് സൗണ്ടിൽ വിളിക്കുകയാണ്, ഏ ജർമ്മൻ, ഒരു ജർമ്മൻ. ഇമീഡിയറ്റ്ലി ദ ഗാർഡ് ടേൺഡ് ആൻഡ് സോ മീ. ജർമ്മൻ എന്ന് ഈ സ്ത്രീ ഇങ്ങനെ വിളിച്ചു പറയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വുമൺ സോൾജിയർ എന്നെ തിരിഞ്ഞു, അവരെന്നെ കാണുകയും ചെയ്തു. അനെയിംഡ് ആൻഡ് ഫയർഡ് ഹെർ മെഷീൻ പിസ്റ്റൾ. അവൾ എൻ്റെ നേരെ അവളുടെ കയ്യിലുണ്ടായിരുന്ന മെഷീൻ പിസ്റ്റൾ ഇങ്ങനെ ഫയർ ചെയ്യുന്നുണ്ട്, വെടിവെക്കാണ്. ദ ബുള്ളറ്റ്സ് ഹിറ്റ് ദ വാൾ. ആ ബുള്ളറ്റുകൾ ചുമരിലേക്ക് ഇങ്ങനെ തുളച്ച് കയറുന്നുണ്ട്, തറച്ച് കയറുന്നുണ്ട്. ആൻഡ് വിത്തൗട്ട് തിങ്കിങ്, ഞാൻ കൂടുതലൊന്നും ചിന്തിച്ചില്ല. ഐ റഷ്ഡ് അപ്പ് ദ സ്റ്റെയേഴ്സ് ആൻഡ് ടുക്ക് റെഫ്യൂജ് ഇൻ ദ ആറ്റിക്. ഞാൻ വേഗം ആ ഒരു ആറ്റിക്കിലേക്ക് ഓടിക്കയറിയിട്ട് അവിടെ അഭയം പ്രാപിക്കുകയാണ്. ഞാനിനി ഈ സ്വാതന്ത്ര്യം കിട്ടിയ പോളണ്ട് പട്ടാളക്കാരാൽ മരിച്ചു പോകുമോ എന്നുള്ളൊരു ഭയമുണ്ട് ഇപ്പോൾ നമ്മുടെ സ്പിൽമാൻ്റെ മനസ്സിൽ എന്നുകൂടെ നമുക്കവിടെ വായിച്ചെടുക്കാം. ലുക്കിംഗ് ഔട്ട് ഓഫ് മൈ ലിറ്റിൽ വിൻഡോ എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ. അങ്ങനെ അദ്ദേഹം വീണ്ടും ആറ്റിക്കിൽ അഭയം പ്രാപിച്ചതിന് ശേഷം അദ്ദേഹം താഴേക്ക് നോക്കുകയാണ്, അവിടെ എന്താ ഉള്ളത്, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ആറ്റിക്കിൻ്റെ ചെറിയ ഡോറിലൂടെ ഇങ്ങനെ നോക്കുകയാണ്, ചെറിയൊരു വിൻഡോയിലൂടെ, ഡോറല്ല വിൻഡോയിലൂടെ. ഐ സോ ദാറ്റ് ദ ഹോൾ ബിൽഡിംഗ് വാസ് സറൗണ്ടഡ്. ആ സമയത്തേക്ക് ആ ഒരു ബിൽഡിംഗ് മുഴുവൻ ചുറ്റപ്പെട്ടിട്ടുണ്ട് പട്ടാളക്കാരാൽ. ഐ ഹേർഡ് സോൾജിയേഴ്സ് കോളിംഗ് ടു ഈച്ച് അതർ. പരസ്പരം പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ദെൻ ദ സൗണ്ട് ഓഫ് ഷോട്ട്സ്. പിന്നീട് അവർ വെടിയുതിർക്കാൻ തുടങ്ങി. അതിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. എക്സ്പ്ലോഡിങ് ഹാൻഡ് ഗ്രനേഡ്സ്. ഈ ഹാൻഡ് ഗ്രനേഡ്സ് എക്സ്പ്ലോഡ് ചെയ്യുന്ന, പൊട്ടിത്തെറിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ദിസ് ടൈം മൈ സിറ്റുവേഷൻ വാസ് അബ്സേർഡ്. ഈ സമയം എനിക്ക് വിവരിക്കാൻ പോലും കഴിയുന്നില്ല. ആൻഡ് ഐ വാസ് ഗോയിങ് ടു ബി ഷോട്ട് ബൈ പോളിഷ് സോൾജിയേഴ്സ്. ഞാനിപ്പോൾ മിക്കവാറും പോളിഷ് പട്ടാളക്കാരാൽ മരണപ്പെടും. ഇൻ എ ലിബറേറ്റഡ് വാർസോ, സ്വാതന്ത്ര്യം കിട്ടിയ വാർസോയിൽ. ഈ ജർമ്മൻ പട്ടാളക്കാർ ഇത്രയും ജൂതന്മാരെ കൊന്നിട്ട് ഞാൻ അതിജീവിച്ചു. ഒരു പക്ഷേ ഞാൻ എൻ്റെ നാട്ടിലെ പട്ടാളക്കാരാൽ തന്നെ മരണപ്പെടേണ്ട അവസ്ഥയിലേക്ക് ഞാൻ വഴിമാറിയിരിക്കുന്നു എന്ന് സങ്കടത്തോടുകൂടെ അദ്ദേഹം പറയാം. ഓൺ ദ വെരി വേർജ് ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിൻ്റെ അരികിൽ വെച്ചിട്ട്, വേർജ് എന്ന് പറഞ്ഞാൽ അരികെന്നാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ അടുത്ത് വെച്ച്. ഫീവറിഷ്ലി ഐ ബിഗാൻ ടു വണ്ടർ. ഞാനിങ്ങനെ ഭയത്തോടെ ചിന്തിക്കുകയാണ്. ഹൗ ഐ കുഡ് മേക്ക് ദം റിയലൈസ്, എങ്ങനെ അവരെ പറഞ്ഞു മനസ്സിലാക്കും ദാറ്റ് ഐ വാസ് പോളിഷ്, ഞാനൊരു പോളിഷുകാരനാണ്. ബിഫോർ ദ ഡെസ്പാച്ച്ഡ് മീ ടു ദ നെക്സ്റ്റ് വേൾഡ് ആസ് എ ജർമ്മൻ. അടുത്ത ലോകത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു സ്ഥലത്തേക്ക് എന്നെ പറഞ്ഞേക്കുന്നതിന് മുമ്പ്, അടുത്തൊരു ലോകത്തേക്ക് പറഞ്ഞേക്കാന്ന് പറഞ്ഞാൽ അവരെന്നെ കൊല്ലുന്നതിന് മുൻപെന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ എങ്ങനെയാണ് ഒരു ജർമ്മനല്ല പോളണ്ടുകാരനാണെന്ന് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക. ഐ ബിഗാൻ കമ്മിങ് ഡൗൺ ദ സ്റ്റെയേഴ്സ്. അദ്ദേഹം രണ്ടും കൽപ്പിച്ച് താഴേക്ക് ഇറങ്ങി വരികയാണ്. ആ തട്ടിമ്പുറത്തുനിന്ന് താഴേക്ക് സ്റ്റെയർ ഇറങ്ങി വരികയാണ്. ഷൗട്ടിങ് ആസ് ലൗഡ് ആസ് ഐ കുഡ്. എനിക്ക് കഴിയുന്നത്ര ഉച്ചത്തിൽ ഞാനിങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. എന്താ പറയുന്നറിയോ? ഡോണ്ട് ഷൂട്ട്, ഐ എം എ പോളിഷ്. നിങ്ങൾ വെടിവെക്കരുത്, ഞാൻ പോളിഷാണ്. നിങ്ങളെന്നെ ഫയർ ചെയ്യരുത്, ഞാൻ ജർമ്മൻ അല്ല, ഞാൻ പോളിഷാണെന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. വെരി സൂൺ ഐ ഹേർഡ് സ്വിഫ്റ്റ് ഫുട് സ്റ്റെപ്പ് ക്ലൈമ്പിങ് ദ സ്റ്റെയേഴ്സ്. പെട്ടെന്ന് എനിക്ക് ആരോ ആ ഒരു സ്റ്റെയർ കേസ് കയറി വരുന്ന ഒരു ഫുട് സ്റ്റെപ്പിൻ്റെ സൗണ്ട് കേട്ടു. ദി ഫിഗർ ഓഫ് എ യങ് ഓഫീസർ. അതൊരു ചെറുപ്പക്കാരനായിട്ടുള്ള ഓഫീസറാണ്. പോളിഷ് യൂണിഫോം, അദ്ദേഹം പോളിഷ് യൂണിഫോമിലാണുള്ളത്. വിത്ത് ദ ഈഗിൾ ഓൺ ഹിസ് ക്യാപ്പ്. അദ്ദേഹത്തിൻ്റെ ക്യാപ്പിൽ ഒരു ഈഗിളിൻ്റെ ചിത്രമുണ്ട്.
അത് മുഖേനയാണ് ഇയാൾ ഒരു പോലീസ് സോൾജിയർ ആണെന്ന് നമ്മുടെ സ്പിൽമാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കെയിം ഇൻ ടു വ്യൂ, ഞാൻ അദ്ദേഹത്തെ ശരിക്ക് കണ്ടു. ഹീ പോയിൻറ്റഡ് എ പിസ്റ്റൾ അറ്റ് മീ ആൻഡ് ഷൗട്ടഡ് ഹാൻഡ്സപ്പ്. അദ്ദേഹം ഒരു പിസ്റ്റൾ എൻ്റെ നേരെ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് ഹാൻഡ്സപ്പ് എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറയുന്നത് ഐ റിപ്പീറ്റഡ് മൈ ക്രൈ ഓഫ് ഡോണ്ട് ഷൂട്ട്. അതേ ഹാൻഡ്സപ്പ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ അലർച്ച തുടരുകയാണ്. ഡോണ്ട് ഷൂട്ട്, നിങ്ങൾ എന്നെ വെടിവെക്കരുത്, ഐ എം എ പോളിഷ്, ഞാനൊരു പോലീഷുകാരനാണ്. ദ ലെഫ്റ്റനൻറ്റ് വെൻറ്റ് റെഡ് വിത്ത് ഫറി. അദ്ദേഹത്തിൻ്റെ മുഖം ഉണ്ടല്ലോ, ആ ലെഫ്റ്റനൻറ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്ന് തുടുത്തിട്ടുണ്ട്. ആ വെളുത്ത മുഖം ദേഷ്യത്താൽ ചുവന്ന് തൊടുത്തു. ആൻഡ് ദെൻ വൈ ഇൻ ഗോഡ്സ് നെയിം ഡോണ്ട് യു കം ഡൗൺ, നീ താഴെ ഇറങ്ങി വാ. അദ്ദേഹം ഷൗട്ട് ചെയ്യാണ്. ഹി റോർഡ്, അയാൾ അലറി വിളിക്കുന്നുണ്ട്. ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദ ജർമ്മൻ കോട്ട്, നീ എന്താ ഈ ജർമ്മൻ കോട്ടിൽ, നീ പോളണ്ടുകാരനാണെന്ന് പറയുന്നു, പിന്നെന്താ ഈ ജർമ്മൻ കോട്ട് ധരിച്ചിരിക്കുന്നത്. ഓൺലി വെൻ ദ സോൾജിയർ ഹാഡ് ടേക്കൺ എ ക്ലോസർ ലുക്ക് അറ്റ് മീ ആൻഡ് റിവ്യൂഡ് ദ സിറ്റുവേഷൻ. പിന്നീട് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ആ പോലീസ് സോൾജിയർ വന്നിട്ട് എന്നെ ഇങ്ങനെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തു, ക്ലോസ് ഒബ്സർവ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം മനസ്സിലാക്കി, ആ സിറ്റുവേഷൻ അയാൾ മനസ്സിലാക്കി. ദ സിറ്റുവേഷൻ ഡിഡ് ദ റിയലി ബിലീവ് ഐ വാസ് ഇൻ എ ജർമ്മൻ. ആ ഒരു സിറ്റുവേഷൻ അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്, ഞാൻ ജർമ്മൻ അല്ല, പോളിഷുകാരൻ തന്നെയാണ്. ദെൻ ദേ ഡിസൈഡഡ് ടു ടേക്ക് മീ ടു ദെയർ ഹെഡ് ക്വാർട്ടേഴ്സ് സോ ദാറ്റ് ഐ കുഡ് വാഷ് ആൻഡ് ഹാവ് എ മീൽ. അങ്ങനെ അവർ നേരെ എന്നെ കൊണ്ടുപോയിട്ട് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോവുക, പട്ടാള ക്യാമ്പിലേക്ക് കൊണ്ടുപോവുക. അവിടുന്ന് ഞാനൊന്ന് ഫ്രഷായി കുറച്ച് ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചു. ആഫ്റ്റർ 2 weeks, 2 ആഴ്ചയ്ക്ക് ശേഷം, വെൽ കെയർഡ് ബൈ ദ മിലിറ്ററി. ആ മിലിറ്ററി എന്നെ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ട്. ഐ വാക്ക്ഡ് ത്രൂ ദ സ്ട്രീറ്റ് ഓഫ് ദ വാർസോ വിത്തൗട്ട് എ ഫിയർ. ഭയം കൂടാതെ ഞാൻ വാർസോയുടെ തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. എ ഫ്രീ മാൻ, ഒരു സ്വതന്ത്ര മനുഷ്യനായിട്ട്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഓൾമോസ്റ്റ് 6 years, ആദ്യത്തെ 6 വർഷത്തിൽ, അതായത് ഈ 6 വർഷമായിട്ട്, ആദ്യത്തെ 6 വർഷം കേട്ടോ, മാറി പറഞ്ഞതാണ്. അതായത് ഈ യുദ്ധത്തിനിടയ്ക്ക് 6 വർഷമായി, യുദ്ധം 6ാമത്തെ വർഷമാണ്. അതിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര സ്വതന്ത്രമായിട്ട് ഈ നഗരത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത്. ഐ ലുക്ക്ഡ് ഓവർ ടു ദ നോർത്ത് ഓഫ് ദ സിറ്റി. ആ സിറ്റിയുടെ നോർത്തേൺ ഭാഗത്തേക്ക് ഇദ്ദേഹം ഇങ്ങനെ പോയി നോക്കുന്നുണ്ട്. വേർ ദ ഗെറ്റോ, അവിടെ ഒരു ഗെറ്റോ രൂപപ്പെട്ടിരുന്നു. അതായത് ഈ ജർമ്മൻ സൈന്യം പോളണ്ടിനെ ആക്രമിക്കുന്ന സമയത്ത് രക്ഷപ്പെട്ടു പോയ ജൂതന്മാരൊക്കെ ഒരു ചെറിയ ഒരു കൂട്ടമായിട്ട് അവിടെ താമസിച്ചിരുന്നു. ഒരു ചേരി പ്രദേശം പോലെ, അതാണ് ഗെറ്റോ എന്ന് പറയുന്നത്, താമസിച്ചിരുന്നു. അവിടെ പോയി നോക്കുകയാണ്. അവിടെ അപ്പോൾ അതൊന്നും ഇല്ല. വേർ 500,000 Jews ഹാഡ് ബീൻ മർഡേർഡ്. ഈ ഒരു യുദ്ധത്തിൽ 1,00,000-ഓളം ജൂതന്മാർ മരണപ്പെട്ടിട്ടുണ്ട്. ദർ വാസ് നത്തിങ് ലെഫ്റ്റ് ഓഫ് ഇറ്റ്. ഇനി ആരും അല്ലെങ്കിൽ ഒരു ഗെറ്റോയോ ഒന്നും അവിടെ ബാക്കിയായിട്ടില്ല. ടുമോറോ ഐ മസ്റ്റ് ബിഗിൻ എ ന്യൂ ലൈഫ്. നാളെ എനിക്കൊരു പുതിയ ജീവിതം തുടങ്ങണം. വിത്ത് നത്തിങ് ബട്ട് ഡെത്ത് ബിഹൈൻഡ് മീ ഐ വെൻറ്റ് ഓൺ മൈ വേ. എന്തായാലും ഞാൻ മരിച്ചിട്ടില്ലല്ലോ. ആ ഒരു പ്രതീക്ഷയോടുകൂടെ ഒരു പുതിയ ജീവിതത്തിൻ്റെ കാത്തിരിപ്പിലാണ്, ഒരു പുതിയ യാത്രയിലേക്ക് അയാൾ കാലെടുത്ത് വെക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു മെമ്മയിൽ ഓർമ്മക്കുറിപ്പ് അവസാനിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ നേരത്തെ പറയുന്നതിനിടയ്ക്ക് ഞാൻ കൂട്ടിച്ചേർക്കാൻ വിട്ടുപോയതാണ്. അത് നമ്മൾ കണ്ടില്ലേ, ആ ഒരു ജർമ്മൻ സൈന്യം വിടവാങ്ങുന്നതും അതിനു മുന്നേ നടക്കുന്ന കുറച്ച് സമയം, അല്ലെങ്കിൽ അതിന് മുന്നേയുള്ള കുറച്ച് ദിവസം യുദ്ധം നടക്കുന്നില്ല കാര്യമായിട്ട്. ഈ ആർട്ടിലറി സൗണ്ടൊക്കെ കുറഞ്ഞു വന്നു, യുദ്ധം അവസാനിച്ചു എന്ന് ഞാൻ അവിടെ സൂചിപ്പിച്ചിരുന്നു. പിന്നീട് ജനുവരി 14 വീണ്ടും യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് മാറുകയും ജനുവരി 15 അതൊരു 3 മണിക്കൂർ നീണ്ടുന്ന ഒരു ഹെവി ആർട്ടിലറി ഫയറിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോവിയറ്റ് യൂണിയൻ്റെ സൈന്യം പോളിഷ് ആർമിയെ സഹായിക്കാൻ വരുന്നതും അവരും ജർമ്മൻ സൈന്യവുമായിട്ട് നടത്തുന്ന യുദ്ധത്തിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത്. അങ്ങനെ റഷ്യൻ സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടെ പോളിഷ് ആർമി വാർസോയെ മോചിപ്പിക്കുകയും പിന്നീട് സ്വതന്ത്രമാകുന്നതുമാണ് ആ കഥയിൽ നമ്മൾ കാണുന്നത്. എന്തായാലും സ്പിൽമാൻ രക്ഷപ്പെട്ടെങ്കിലും ഈ കഥയുടെ അവസാനം നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഇദ്ദേഹത്തെ സഹായിച്ച ജർമ്മൻ ഓഫീസറുടെ പേര് വിൽം ഹൊസൻഫെൽഡ് എന്നാണ്. അദ്ദേഹം റഷ്യൻ സൈന്യത്തിൻ്റെ പിടിയിലകപ്പെടുകയും 1952 അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ സോവിയറ്റ് യൂണിയൻ്റെ പ്രിസണിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തെ സഹായിക്കുന്ന നമ്മുടെ സ്പിൽമാന് കഴിയാതെ പോകുന്ന ഒരു സങ്കടകരമായ അവസ്ഥയും നമുക്കതിൻ്റെ അവസാനം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു ടു ഓൾ.